ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, നാനാ ജാതി മതസ്ഥരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ജ്ഞാനായ വംശഹത്യയുടെ നാൾവഴികൾ എന്ന അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ജ്ഞാനായക്കാരുടെ ഒരു ഭരണഘടനയെ പറ്റിയാണ്. ജ്ഞാനായക്കാരിൽ രണ്ട് വിഭാഗമുണ്ട്. റോമാ സിംഹാസനത്തെ മാനിക്കുന്ന ഞങ്ങളും കത്തോലിക്കരും, അത് അന്ത്യോക്യൻ സിംഹാസനത്തെ മാനിക്കുന്ന, റോമാ സിംഹാസനത്തെ മാനിക്കാത്ത ജ്ഞാനായ ജാക്കബൈറ്റുകൾ. ജ്ഞാനായ ജാക്കബൈറ്റുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടുത്തെ മെത്രാപ്പൊലിത്തമാരെയും മെത്രാന്മാരെയും ഒക്കെ ഇലക്ട് ചെയ്യുന്ന ജനാധിപത്യ രീതിയിൽ കൂടി അവിടുത്തെ വിശ്വാസികളാണ്. അങ്ങനെ വന്നപ്പം അവർ നാളേക്കുള്ള ചിന്ത വെച്ചിട്ട് അവരവരുടെ സ്വന്തം ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് മാറിക്കെട്ടിപ്പോയ ആൾക്കാർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ആ ഭരണഘടനയിൽ കൃത്യമായിട്ടുള്ള നിർവചനമുണ്ട്. ഒരു ജ്ഞാനായ ജാക്കബൈറ്റ് ആരാണെന്നുള്ളത് അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്, ജ്ഞാനായ ജാക്കബൈറ്റ് മാതാപിതാക്കൾക്ക് പിറന്നവരും കല്യാണം കഴിക്കുന്നെങ്കിൽ ജ്ഞാനായ ജാക്കബൈറ്റിലോ അല്ലെ ഞങ്ങളിൽ നിന്നോ, ജ്ഞാനായക്കാരിലായ കത്തോലിക്കരിൽ നിന്നോ, അവരുടെ മാതാപിതാക്കളിൽ നിന്നോ വിവാഹം കഴിക്കുന്നവരും അവരുടെ ആൾക്കാരാണ് ജ്ഞാനായക്കാർ എന്നുള്ളതാണ് ഡെഫിനിഷൻ. പറഞ്ഞു വന്നപ്പോൾ അത് കുറച്ച് ദൈർഘ്യം പോയി. എനിവേ, അടുത്ത കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ജ്ഞാനായ കത്തോലിക്കരെ ഇല്ലാതാക്കി സീറോ മലബാർ സഭ എന്ന ഞങ്ങളിൽ നിന്ന് പോയാൽ മാറിക്കെട്ടിയാൽ അപ്പുറം പോകുന്ന ആ ആൾക്കാരുടെ കൂടെ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോകാറില്ലല്ലോ, ആ ആൾക്കാരിൽ ഞങ്ങളെ ലയിപ്പിക്കാൻ വേണ്ടി കുൽസിത ശ്രമത്തോടുകൂടി മെത്രാപ്പോലിത്ത ഉണ്ടാക്കി വെച്ച ഒരു സാധനമാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അയാള് ഒരു നിയമസംഗ്രഹം 2009 ഉണ്ടാക്കിയത്. ഇപ്പോ ബഹുമാനപ്പെട്ട ബാബു മാഷ് എൻ്റെ സൈറ്റിലുണ്ടല്ലോ, സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, കാരണം ബാബു മാഷ് ദീർഘകാലം ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ മലബാർ റീജിയൻ പ്രസിഡന്റായിരുന്നു. അതായത് പകുതി കത്തോലിക്കരുടെ പ്രസിഡന്റായിരുന്നു. ആ കൂടെ ഈ മെത്രാപ്പോലീത്ത എക്കാലവും ഈ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് അയാൾ എന്തുണ്ടാക്കിയാലും, ഭരണഘടന ഉണ്ടാക്കിയാലും നിയമസംഗ്രഹം ഞാനല്ല ഉണ്ടാക്കിയത് പാസ്റ്ററൽ കൗൺസിലാണ്. പാസ്റ്ററൽ കൗൺസിലിന്റെ തലയെ വെച്ചിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഊരി ഒളിക്കുന്ന മനുഷ്യനാണ്. ഈ പാസ്റ്ററൽ കൗൺസിൽ എന്ന ഒരു സംഗതി അയാൾ ഗോപ്യമായിട്ട് അയാളുടെ രീതിയിൽ അയാളുടെ ആജ്ഞാനുവർത്തികളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതായത് അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളും അരിവെപ്പുകാരും പിന്നെ അച്ഛന്മാരും കന്യാസ്ത്രീകളും അയാളും ഉൾപ്പെടുന്ന ഒരു സഭ അപ്പം അവിടെ അംഗത്വം തീരെ കുറവാണ്. അതിൽ ജ്ഞാനായ സമുദായാംഗങ്ങളുടെ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന പേരിൽ, എന്ന വ്യാജേന താങ്കളെ പോലെ ചുരുക്കം ചില ആൾക്കാരെ അയാൾ പാസ്റ്റൽ കൗൺസിൽ എടുത്തിരുന്നു. കാരണം ബാക്കി ആൾക്കാരെ അയാൾ ഒരിക്കലും എടുക്കില്ല. കാരണം അയാളുടെ ആജ്ഞയ്ക്ക് എല്ലാവരും നിൽക്കുകയല്ലോ. അപ്പം വളരെ ഹഷപ്പ് ചെയ്ത് കൊണ്ടുനടക്കാവുന്ന ഒരു കാര്യമായിട്ട് അയാൾ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അയാള് കോടതിയില് നിയമസംഗ്രഹം എന്ന് പറഞ്ഞ് ജ്ഞാനായക്കാരുടെ ഭരണഘടനയായിട്ട് കൊണ്ടുപോയി അവിടെ കോടതിയിൽ ഹാജരാക്കിയത് ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടിട്ടല്ല, അങ്ങോട്ട് കൊണ്ട് കൊടുത്തതാണ്. എന്തിനു വേണ്ടിയാണ്? ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടി. അങ്ങനെ നിയമസംഗ്രഹം ഉണ്ടാക്കി കൊടുത്തപ്പം നമുക്കെതിരെയുള്ള വക്കീല് ലാസ്റ്റ് നിമിഷത്തിൽ ഇട്ട വെടിയായിരുന്നു. അദ്ദേഹം പറയുണ്ടായി, ലാസ്റ്റ് നിമിഷം ഞാനൊരു വെടി പൊട്ടിക്കും, അന്ന് നിങ്ങളുടെ കേസ് തകർന്നു പോകുന്നു. അപ്പം ഈ മെത്രാപ്പൊലീത്ത അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഈ നിയമസംഗ്രഹം കൊണ്ടുപോയി അവിടെ കോടതി ചോദിക്കാതെ തന്നെ കൊടുത്തതിൽ അതിൽ ഒരിക്കലും ഒരു ജ്ഞാനായക്കാരുടെ ഭരണഘടനയിൽ എഴുതാൻ പാടില്ലാത്ത കാര്യമാണ് എഴുതി വെച്ചത്. അതായത് ആരെങ്കിലും വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന് പോലും അവിടെ അംഗത്വമുണ്ടെന്ന്. അതായത് ജ്ഞാനായക്കാര് സ്വവംശ വിവാഹ നിഷ്ഠ പാലിക്കുന്നവരാ. അതിൻ്റെ ഇടയിൽ
വേശ്യയ്ക്ക് ഉണ്ടാകുന്ന കുട്ടിയെ അവിടെ മാമോദിസ മുക്കി ചേർക്കാം, അല്ലെങ്കിൽ അതിലിപ്പം മുക്കാം എന്നാൽ അംഗത്വം കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. മുക്കാം എന്ന് എഴുതി വെക്കുമ്പം അവിടുത്തെ ആ നിയമസംഗ്രഹത്തിൽ എഴുതി വെക്കുമ്പം അത് വിവക്ഷിക്കുന്നത് തന്നെ അവിടെ അംഗത്വത്തിനായിട്ട് തന്നെയാണ്. അല്ലാതെ എന്നാൽ ഞാൻ അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതണമായിരുന്നു, ഞാൻ അല്ലെ ഈ രൂപതയിൽ അല്ലെ ഈ പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് മാമോദീസ കൊടുക്കാമെന്നുണ്ടെങ്കിലും ജ്ഞാനായക്കാരുടെ വ്യതിരക്തത മാനിച്ചുകൊണ്ട് ജ്ഞാനായ അംഗത്വം അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല, ആഗോള കത്തോലിക്ക സഭയിൽ അയാൾ അംഗമായിരിക്കാമായിരുന്നു എന്ന് എഴുതി വെക്കുകയായിരുന്നു അയാൾ ചെയ്യുന്നത്. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം പ്രമാണിച്ച് നമ്മൾ ഒരാൾക്ക് മാമോദീസ കൊടുക്കുന്നത് ഒരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിയമസംഗ്രഹത്തിൽ അങ്ങനെ ഒരു കാര്യം രണ്ടാമത് അയാൾ എഴുതി വെച്ചില്ല. അതുപോലെ തന്നെ അയാൾ എഴുതി വെച്ചിരിക്കുന്നു നിയമസംഗ്രഹത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വരെ അംഗത്വം ഉണ്ടെന്ന്. 10% അംഗത്വം ഷെഡ്യൂൾഡ് കാസ്റ്റിന് വരെ അംഗത്വം കൊടുക്കാമെന്ന് അയാൾ എഴുതി വെച്ചിരിക്കുന്നു. മനഃപൂർവ്വം ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കി വെച്ച ആ നിയമസംഗ്രഹം അയാൾ ഇന്ന് പള്ളികളിൽ വികാരിമാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങളിൽ ആര് ചെന്ന് ചോദിച്ചാലും ഒരു റെഫറൻസിന് പോലും അത് തരികയില്ല. എന്നാൽ ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, അതിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്, അത് വേണേൽ ഞങ്ങൾ ഹാജരാക്കാം. അപ്പം ഈ നിയമസംഗ്രഹം കൊടുത്തതിന്റെ പേരിലാണ് കോടതിയിൽ നിന്ന് ഇത്രയും വലിയ തിരിച്ചടി നമ്മൾക്കുണ്ടായത്. കാരണം കോടതി ഇപ്പോഴത്തെ വിധിയിൽ എത്രയോ വട്ടം ഈ നിയമസംഗ്രഹത്തിന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് സ്വാംശ വിഭാഗനിഷ്ഠ എന്നൊരു സമ്പ്രദായം ഉണ്ടാക്കാൻ നിങ്ങളുടെ നിയമസംഗ്രഹം തന്നെ അനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ സ്വന്തം മെത്രാപ്പോലിത്ത അയാൾ പറയുന്നു അയാള് ഈ സമുദായത്തിന്റെ നേതാവാണെന്ന്. പണ്ടുകാലം തൊട്ട് ആദ്യകാലം തൊട്ടേ ക്നായിത്തൊമ്പൻ എന്ന വ്യക്തിയായിരുന്നു ഈ സമുദായത്തിന്റെ നേതാവ്. അത് കഴിഞ്ഞിട്ട് കാലങ്ങളോളം സമുദായ പ്രമാണിമാരായ തരകന്മാരും പിന്നോട്ട് വന്നിട്ട് പല ഇപ്പൊ ജോസഫ് ചാഴികാടൻ തൊട്ട് EJ ലൂക്കോസ് സാർ തൊട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഷൗലിയാർ ജോസഫ് കണ്ട സാർ അടക്കം ഉള്ള സമുദായ നേതാക്കൾ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. മെത്രാപ്പോലീത്തമാര് അവരുടെ കർമ്മം നിർവഹിച്ച് വൈദിക പ്രവൃത്തി നിർവഹിച്ചും അവനവന്റെ ജീവിതം ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം വേറെ ഉണ്ടായിരുന്നു. ഇയാള് വന്ന് ഈ കോടതിയിൽ കൊടുത്തു സ്വന്തമായിട്ട് ഞാനാണ് സമുദായത്തിന്റെ നേതാവെന്ന്. അങ്ങനെ അയാളെ ആരും നേതാവാക്കിയിട്ടില്ല. ഇന്നലെ റോമിൽ നിന്ന് വന്ന വ്യക്തിയെ ഞങ്ങളാരും സമുദായ നേതാവായി ഇലക്ട് ചെയ്തിട്ടുമില്ല, അയാൾക്ക് അല്ലതാനും. എന്നിട്ട് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതി അയാളെ സമുദായ നേതാവായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഒരു പാസ്റ്ററൽ കൗൺസിൽ അംഗമായി കുറെ കാലം അവിടെ ഇരുന്ന ആളാണ്. അപ്പൊ അവിടെ എന്താണ് ഒരു നിയമസംഗ്രഹം ഇയാളെ എങ്ങനെ പടച്ചുണ്ടാക്കി? അവിടെയുള്ള ഇപ്പം നിങ്ങൾ സാധാരണ ഒരു അറ്റൻഡൻസ് ആദ്യം നിങ്ങളെ എഴുതുമ്പം നിങ്ങളെ കൊണ്ട് ആദ്യം ഒപ്പിടിക്കും, അജണ്ട പിന്നെ രണ്ടാമത് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് പാസ്സാക്കിയതായിട്ടും നിങ്ങൾ പോന്നു കഴിയുമ്പം നിങ്ങൾ ചായ കൂടി കഴിഞ്ഞ് പോന്നു കഴിയുമ്പം അയാൾ എഴുതി ചേർക്കും. അങ്ങനെ അല്ലാതെ ചെയ്യേണ്ട കാര്യം എന്നതായിരുന്നു, നിങ്ങളെ കൊണ്ട് ആദ്യം അജണ്ട എഴുതിക്കുക, അറ്റൻഡൻസ് എഴുതുക, എന്നിട്ട് തീരുമാനങ്ങൾ എഴുതുക, അതിന്റെ അടിയിലായിരുന്നു നിങ്ങളുടെ സിഗ്നേച്ചേഴ്സ് എടുക്കേണ്ടത്. ഇങ്ങനെ വല്ലതും കോട്ടയം രൂപതയിൽ നടപ്പിലാകുമായിരുന്നോ? അതോ നിങ്ങളിപ്പം പണ്ട് കാലം തൊട്ടേ ബാബുമാഷെ നിങ്ങളെല്ലാവരും പണ്ട് തൊട്ടേയുള്ള പിതാക്കന്മാരെ വണങ്ങിയും സ്നേഹിച്ചും ആദരിച്ചും പോന്നുകൊണ്ട് ഇദ്ദേഹത്തെയും അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇയാൾ പറഞ്ഞിടത്തെല്ലാം നിങ്ങൾ ഒപ്പിട്ടു പോന്നു. അതുകൊണ്ട് ഇയാൾ സ്വന്തമായിട്ട് പടച്ചുണ്ടാക്കിയ ആ സാധനം നമ്മുടെ ആരുടെയും അനുവാദമില്ലാതെ അയാൾ കൊണ്ടുപോയി കോടതി കൊടുത്ത് നമ്മുടെ ഈ അസ്തിത്വം തന്നെ ഇല്ലാതാക്കിയത് ശരിയോ തെറ്റോ എന്ന ചോദിക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്ലീസ്. ചോദ്യത്തിനകത്തുള്ള 2-3 വിഷയങ്ങള്, ഒന്ന് രൂപത പാർലമെന്റ് പാസ്റ്റർ കൗൺസിൽ അല്ലേ? അതെ. പിന്നെ ഒന്ന് സംഗ്രഹ പുസ്തകം. അതെ. അപ്പൊ ഇത് രണ്ടും പറയുമ്പോൾ നമ്മുടെ ഇടവകയിലെ പൊതുയോഗത്തെ പറ്റി പറയണം. അതെ. ഒരു ഇത് ഞാന് 5 ടൈമില്
മലബാറിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിൽ 3 ടൈമില് ഞാൻ നോമിനേറ്റഡ് പാസ്റ്റർ കൗൺസിൽ അംഗമായിരുന്നു. 4ാമത്തെ തവണയും 5ാമത്തെ തവണയും എന്നെ അവര് നോമിനേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പൊ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടാവും. പക്ഷേ 5ാമത്തെ തവണ 1 വർഷത്തിന് ശേഷം എന്നെ നോമിനേറ്റ് ചെയ്യേണ്ടി വന്നു, അന്നത്തെ ആളുകളുടെ പ്രതിഷേധം കൊണ്ട്. അപ്പോൾ യൂണിറ്റില് ഇപ്പൊ നമ്മുടെ ഇടവകയിലാണെങ്കിൽ ഇപ്പോൾ പ്രതിഷേധം അല്ല, നമ്മുടെ പള്ളി പൊതുയോഗങ്ങളിലെ മിനിറ്റ്സ് ബുക്കില്ലേ നമ്മുടെ പൊതുയോഗം, ആ പൊതുയോഗത്തിൻ്റെ അകത്ത് കാര്യമായ മിസ്റ്റേക്സ് ഉണ്ട്. കാരണം അവിടെ നമ്മൾ വിചാരിക്കുന്ന ഒരാള് വിയോജനക്കുറിപ്പ് എഴുതിയാൽ ആ വിയോജനക്കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ തീരുമാനം രൂപതാ കുരിയായിക്ക് അയച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.